ചേരുന്നുണ്ട്. കലാഭവൻ നവാസ് അന്തരിച്ചു എന്നുള്ള വാർത്ത വരുന്നു. ചോറ്റാനിക്കരയിലാണ് ഹോട്ടൽ മുറിയിൽ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണത്തിൽ ആയിരുന്നു എന്നാണ് അറിയുന്നത്. ഹോട്ടലിൽ മുറിയെടുത്തത് ആ ചിത്രത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ്. ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കലാഭവൻ നവാസ് അന്തരിച്ചു. നിതിൻ സേവ്യർ ചേരുന്നു. നിതിൻ, എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് സിനിമാ നടനും നാടക കലാകാരനും ഒക്കെ ആയിരുന്ന കലാഭവൻ നവാസ് അന്തരിച്ചു എന്ന വാർത്തയാണ്, ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അല്പസമയം മുൻപ് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിലാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിലവിൽ അദ്ദേഹം ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു. പ്രകമ്പനം എന്നൊരു മലയാള സിനിമയുടെ ചിത്രീകരണത്തിലായിരുന്നു അദ്ദേഹം. ഇന്ന് ആ സിനിമയുടെ അവസാന ഷൂട്ടിംഗ് ദിവസമായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഈ ഹോട്ടൽ മുറിയിൽ നിന്നും ചെക്കൗട്ട് ചെയ്യാനായി ഹോട്ടലിലേക്ക് എത്തിയതായിരുന്നു. ചെക്കൗട്ട് സമയം കഴിഞ്ഞിട്ട് അദ്ദേഹം പുറത്തേക്ക് വരാത്തതിനാൽ സംശയം തോന്നിയ ഹോട്ടൽ ജീവനക്കാരാണ് ഇത്തരത്തിൽ ഈ മുറിയിലേക്ക് എത്തി നോക്കിയത്. അപ്പോഴാണ് അദ്ദേഹം ഇവിടെ മരിച്ചു കിടക്കുന്നത് കണ്ടത്. പിന്നീട് ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി നിലവിൽ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഹൃദയാഘാതം വന്ന് കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. മറ്റു സംശയങ്ങളൊന്നും പോലീസിന് നിലവിൽ ഇതുവരെ ഇല്ല. ഏതായാലും പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച നടനാണ് കലാഭവൻ നവാസ്. നാടകരംഗത്തൂടെ എത്തി പിന്നീട് നിരവധി മലയാള സിനിമകളിൽ അഭിനയിച്ച നടനാണ്. ഏതായാലും അദ്ദേഹത്തെയാണ് അല്പസമയം മുൻപ് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിനിമാ ചിത്രീകരണ വേളയിലായിരുന്നു. അതിന്റെ ആവശ്യങ്ങൾക്കായാണ് ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ മുറിയെടുത്തിരുന്നത്. ഇന്ന് ആ സിനിമയുടെ അവസാനത്തെ ഷൂട്ടിംഗ് ദിവസമായിരുന്നു. ഈ ഷൂട്ടിംഗ് അവസാനിച്ച ശേഷം അദ്ദേഹം തിരികെ ഹോട്ടൽ മുറിയിലേക്ക് എത്തുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ